സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇവിടെ 2 പേർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിമിതിയിൽ നിന്നാണ് പോലീസ് അവരെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതും അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് വിട്ടയക്കുന്നതുമെല്ലാം. പക്ഷേ സാർ, ഈ DGPയുടെ ഈ വാർത്താക്കുറിപ്പിൽ പറയുന്ന 1-ാമത്തെ പേജിൽ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, മറ്റുള്ളവരെ കണ്ടെത്താൻ SP അക്ബർ IPSൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക ടീം തന്നെയുണ്ട്, അവർ പരിശ്രമിക്കുകയാണ് എന്ന്. 90 ദിവസം കടന്നുപോയി. ആദ്യഘട്ടത്തിലൊക്കെ ഇവരിവിടെ ഉണ്ടായിരുന്നു, പിന്നീടാണ് ഇവർ രക്ഷപ്പെട്ടു പോകുന്നത്. ഇപ്പോൾ തന്നെ പറയപ്പെടുന്നൊരു കാര്യം, കൃഷ്ണദാസനെ ആഞ്ഞൊന്ന് ചോദ്യം ചെയ്താൽ ഇവരൊക്കെ എവിടെയുണ്ട് എന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ്. അപ്പോൾ പോലീസിന് മേൽ ഇപ്പോഴും ഒരു അവിശ്വാസം നിലനിൽക്കുന്നു, അത് മാറ്റേണ്ടേ? ഒരു കാര്യം കൂടി, ഈ വാർത്താക്കുറിപ്പിൻ്റെ 2-ാമത്തെ പേജിൽ പറയുകയാണ്, ഓൾ സയൻറ്റിഫിക് മെത്തേഡ്സ് വെയർ യൂസ്ഡ് ഡ്യൂറിംഗ് ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദി കേസ് വിച്ച് ഈസ് ബേസ്ഡ് പ്യൂർലി ഓൺ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്. ഇത് പ്രതികൾക്ക് ഗുണകരമാകുന്നൊരു വാചകമല്ലേ ശ്രീ ഭാസുരേന്ദ്ര ബാബു? ഇതിനെക്കുറിച്ച് മറുപടി പറയുമ്പം ഈ ചർച്ചയിൽ ഏറ്റവും കുറവ് പങ്കെടുത്തയാളെന്ന നിലക്ക് എനിക്ക് അല്പം സമയം തരേണ്ടി വരും. ഇല്ല എങ്കിൽ പകുതി വെച്ച് അതെനിക്ക് നിർത്തേണ്ടിയും വരും. ഞാനൊരു കാര്യം കൂടി പറയാം. ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് മഹിജയും ബന്ധുക്കളും വന്നത് സമരത്തിനല്ല. അവർ സമരം പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് വരുന്നത് വന്ന ഉടനെ സമരം ചെയ്യാനല്ല, DGPയെ കാണാനാണ്. DGPയുടെ നിലപാടറിഞ്ഞ് അത് എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒരാഴ്ച കൊണ്ട്, അല്ലെങ്കിൽ പുതിയൊരു അവധി അദ്ദേഹം തേടുന്നുണ്ടോ, ഇതൊക്കെ പരിശോധിക്കുന്ന ഒരു കൺസീലിയേറ്ററി മോഡാണ് മഹിജയ്ക്കുള്ളത്, അദ്ദേഹങ്ങളുടെ കൂടെ വന്ന ആൾക്കാരുള്ളത്. അവരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ആ നിലയ്ക്ക് അവർ വന്ന് കാണുമ്പോൾ സുഖകരമായി അവർ കാണണമായിരുന്നു എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഏത് ബാഹ്യശക്തി ഉണ്ടെങ്കിലും DGPക്ക് അവരെ കാണാം. DGPയുടെ താവളത്തിനുള്ളിൽ ഏത് ബാഹ്യശക്തികളും 4 ബാഹ്യശക്തികൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് കരുതുന്നയാളാണ് ഞാൻ. ഇനി അവരുണ്ടെങ്കിൽ പോലും കാണാം. കണ്ടു കഴിഞ്ഞിരുന്നെങ്കിൽ പരിഹരിക്കാവുന്നൊരു കാര്യമായിരുന്നു ഇത്. ഒന്ന്. മറ്റൊന്ന്, ഇന്നലെ അവർ വണ്ടിയിൽ യാത്ര ചെയ്ത് രാവിലെ ഇവിടെ വണ്ടി ഇറങ്ങുന്നു. ഇന്നലെ മുതൽ വാർത്തകൾ വരുന്നു, മുഖ്യമന്ത്രിക്കും പാർട്ടി നേതാവിനുമൊക്കെ അവരെ സ്വീകരിച്ചുകൊണ്ട് അവരുടെ പ്രശ്നമെന്ത് എന്ന് പരിശോധിച്ച് പരിഹാര്യമായൊരു സാഹചര്യം സൃഷ്ടിക്കാമായിരുന്നു. കാരണം അവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ. ഇതൊന്നും ചെയ്തില്ല. ഇതൊന്നും ചെയ്യാതിരിക്കുന്നത് കൊണ്ട് പരിഹരിക്കാവുന്നൊരു പ്രശ്നം വഷളായി. ഒന്ന്. മറ്റൊന്ന്, ഇവിടെ എന്താണ് സംഭവിച്ചത്? ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, താങ്കൾ ചോദിച്ചല്ലോ, പോലീസുകാരുടെ കള്ളക്കളി തൃശ്ശൂർ കള്ളക്കളി ഉണ്ട് വേണു. അതിപ്പോൾ തുടങ്ങിയതല്ലല്ലോ. ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ അന്വേഷിച്ച മുഴുവൻ പോലീസുകാരെ മാറ്റിയത് പിണറായി വിജയനാണ്. അതിനുശേഷമാണ് കാര്യങ്ങൾ തെളിഞ്ഞു തുടങ്ങിയത്. ആ യാഥാർത്ഥ്യം നിങ്ങൾ കാണുന്നില്ല, കണ്ണടയ്ക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ പോലീസുകാർ മാറിയതിന് ശേഷം കാര്യങ്ങൾ മാറി. പോലീസുകാർ മാത്രമല്ല വേണു, കോടതിയും സഹായിച്ചു ഇവരെയൊക്കെ. അതാരൊക്കെ എന്തൊക്കെയെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കും അറിയാം. കോടതി സഹായിക്കുന്നു, പോലീസുകാർ സഹായിക്കുന്നു. പുതിയതായി വന്ന ഒരു സർക്കാരിന് പരിമിതികളുണ്ട്. ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് കേസ് തെളിയുന്നു. ഏത് ആത്മഹത്യ കൊലപാതകമായി മാറിയിരിക്കുന്നു. ഇതൊന്നും നിങ്ങൾ കാണില്ല. നിങ്ങൾക്ക് ഈ ചർച്ച ഈ രാത്രിയുടെ വിനോദമാണ്. ഞങ്ങൾക്ക് ഈ പ്രണോയ് റോയിയുടെ പ്രശ്നം സത്യാന്വേഷണത്തിൻ്റെ ഒരു ജീവൽ പ്രശ്നമാണ്. ആ വ്യത്യാസമുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. താങ്കൾ പറഞ്ഞല്ലോ, എനിക്ക് നല്ല ഇഷ്ടമുള്ള സുഹൃത്താണ്. വിഷ്ണുനാഥിന് ഒരു അടി കിട്ടിയത് നന്നായി എന്ന് ഞാൻ കരുതുന്നു. വല്ലപ്പോഴുമൊക്കെ വേദന അനുഭവിക്കണം വിഷ്ണുനാഥ്, നല്ലതാണ്, അതനുഭവിക്കൂ. അപ്പോൾ ചിലപ്പോൾ സത്യം കാണാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടി, വിഷ്ണുനാഥ് പറഞ്ഞു ഞാൻ ഒഴിഞ്ഞതാണ്. വേണു അപ്പോൾ മറുപടി പറഞ്ഞു ഞാൻ അത് വിട്ടുകളഞ്ഞതാ, മറുപടി പറയാത്തതാണ് എന്ന്. വിഷ്ണുനാഥ് ഒഴിയുകയും വേണു അത് മറുപടി പറയാതെ തൻ്റെ ഉദാസീനതയിൽ മറഞ്ഞു നിൽക്കുന്ന കഴിവുകേട് മറയ്ക്കുകയും ചെയ്യുന്നു. രണ്ടുപേരും ഒന്ന് തന്നെയാണ് വേണു. അത് വളരെ പെട്ടെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകും. അതാണ് പ്രധാനം. ശരി, ഞാൻ ഒരിക്കൽ കൂടി അത് വിട്ടുകളയുന്നു. KK രമ, എനിക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. താങ്കളുടെ മറുപടിയോടുകൂടി ഇവിടെ ഈ സർക്കാർ ഗൗരവത്തോടുകൂടി വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നു. അന്ന് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദുർദിനം എന്ന മട്ടിൽ ഇന്നൊരു വീഴ്ച കൂടി ഉണ്ടാകുന്നു. പക്ഷേ ഇതും പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്ന ശുഭപ്രതീക്ഷ രമയ്ക്കുണ്ടോ? ചുരുക്കം വാക്കുകൾ.
ഒരിക്കലുമില്ല വേണു. ശുഭപ്രതീക്ഷ ഇല്ല എന്ന് മാത്രമല്ല, ഇത് അങ്ങേയറ്റത്തെ മോശമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ ഇരകളുടെ കൂടെ എന്ന് പറയുകയും വേട്ടക്കാരനൊപ്പം ഓടുകയും ചെയ്യുന്ന സർക്കാരാണ് നമുക്കുള്ളത്, അതിൻ്റെ അധികാരികളാണുള്ളത്. അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ന്യായവും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഈ സ്വാശ്രയ മുതലാളിമാർക്ക് വേണ്ടി അവരുടെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും ഉദ്യോഗസ്ഥന്മാരും ഉള്ള ഒരു നാട്ടിൽ അവർക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ വേണ്ടി, അവർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി കഴിയാതെ പോവുകയാണ്. നേരത്തെ ബഹുമാനപ്പെട്ട ബാസുരേന്ദ്ര ബാബു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നിട്ടുണ്ട് എന്ന്. പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ച മാത്രമല്ല, ഈ കൃഷ്ണദാസിനെ ഇനി നീതി കിട്ടി ഇവരെ അറസ്റ്റ് ചെയ്താൽ എന്തായിരിക്കും കേരളത്തിന്റെ സ്ഥിതി? എല്ലാ ആളുകളും ക്രിമിനലുകളും വളരെ സുഖമായി മതിച്ചു വാഴുന്ന ഒരു കേന്ദ്രമായിട്ട് കേരളത്തിലെ ജയിലുകൾ മാറുകയാണ്. അവരെ സുന്ദരമായിട്ട് ഇറക്കിക്കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ജയിലിൽ കുറ്റകൃത്യം നടത്തി ജയിലിൽ പോകുന്ന ആളുകൾക്ക് വളരെ സുന്ദരമായിട്ട് എല്ലാവിധ പരിരക്ഷയും നടത്തി പരിരക്ഷയും കൊടുത്തുകൊണ്ട് അവരെ പുറത്തിറക്കി മാന്യന്മാരായി നടത്താനുള്ള സംവിധാനങ്ങളുള്ള നാട്ടിൽ എന്ത് നീതിയാണ് ആർക്കാണ് കിട്ടുക? നീതി കിട്ടില്ല. ശരി ഞാൻ ഇടപെടുകയാണ്. എനിക്ക് സമയം പൂർണ്ണമായും കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എന്തായാലും ഇന്ന് കേരളം കണ്ടത് മഹിജയുടെ നിസ്സഹായതയാണ്, മഹിജയുടെ വിലാപമാണ്, മഹിജയുടെ കണ്ണീരാണ്. നാളെയും ഇതിനുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.